അവർക്ക് വരെ മര്യാദക്ക് കഞ്ഞിനെല്ലാം കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലായിരുന്നു. അവര് കൈയൊഴിഞ്ഞു പോയിരിക്കുന്ന വിശ്വാസ ആചാരങ്ങളാണ് ഇപ്പോ ഈ ടീം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുസ്ലിയാക്കന്മാര് പട്ടം കെട്ടിയിട്ട് ഇറങ്ങിന്. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു നോട്ടീസിന് മൗലവിയാണെങ്കിൽ അടുത്ത നോട്ടീസിന് മുസ്ലിയാരെ വയ്ക്കും. അത് ഓരോ സ്റ്റേജിനും സ്ഥലത്തിനും അനുസരിച്ചാണ്. പിന്നെ അനസ് മൗലവിയൊക്കെ എന്നാണ് ഈ തലകെട്ട് കെട്ടാൻ തുടങ്ങിയെന്നുള്ളത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് എണ്ണം ഉണ്ടല്ലോ. ഏതായിരുന്നാലും ഇവരിങ്ങനെ കണ്ടുപിടിച്ച് വന്നിട്ട് അവസാന തരം മൂപ്പര് അനസിനൊരു പ്രശ്നമുണ്ട്. മൂപ്പരെങ്ങനെ മുസ്ലിയാർ എന്താ ഇടങ്ങേറി മനസ്സിലായിട്ടില്ല. മൂപ്പര് നമ്മളെയും കൂടി മുസ്ലിയാറാക്കിയിട്ട് വേണം മൂപ്പര് കടങ്ങാൻ. എന്താ സംഭവം? ഞാൻ നേരത്തെ സമസ്തക്കാരെ മദ്രസ പഠിച്ച ആളെന്നാണ്, സംശയമൊന്നുമില്ല. അപ്പൊ സമസ്തക്കാരുടെ കൂടെയായിരുന്നു എന്ന് പറഞ്ഞതിന് അത് മൂപ്പര് വ്യാഖ്യാനിച്ചിട്ട് മുസ്ലിയാരായിരുന്നു. ചെങ്ങായിമാരെ, മുസ്ലിയാരാണെങ്കിൽ ചുരുങ്ങിയത് എവിടെങ്കിലും ഒരു മുസ്ലിയാർ പണി എടുക്കണ്ടേ? നമുക്ക് ഇതുവരെ പണിയെടുത്തില്ല. കാരണം എന്താ? പഠിക്കണ മദ്രസയിൽ പഠിച്ച സമസ്തക്കാരെ, കാരണം നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ആ കുടുംബത്തിലായിരുന്നു. പിന്നെ മുജാഹിദായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അറബി കോളേജ് പഠിക്കാൻ തുടങ്ങിയ ശേഷം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സമസ്തക്കാരെ മദ്രസയെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കൂട്ടത്തിൽ തന്നെ രാത്രി അവിടെ പള്ളിയിൽ പോയിട്ട് ചില കിതാബൊക്കെ ഓതിയിട്ടുണ്ട്. ഇയാൾ ഓതിയ കിതാബൊക്കെ ഓതാൻ പറ്റിയാവണ്ട. അതിൻ്റെ പേരിൽ ഒരാൾ മൗലിയാരെന്ന് വിളിക്കുകയാണെങ്കിൽ എന്നാ പിന്നെ ഞങ്ങളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ അമ്മായിരം മൂല്യന്മാരുണ്ടാവും. മനസ്സിലായേ? ഏകദേശം ഒരു 16-17 വയസ്സിൽ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിന്. അതിൻ്റെ മുമ്പ് ഒരാൾ മൗലിയാരാവാണെങ്കിൽ നിർവാഹമില്ല. ഇതെന്തിനാ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ പോന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് ചോദിക്കാനാ? നമ്മളെ ഫീസ് കൊടുത്ത് പഠിച്ചതാ, മൗലിയന്മാരെ പരിപാടി ഒപ്പിച്ചതല്ല. ഫീസ് കൊടുത്താണ് മതം പഠിച്ചത്. മതവും പഠിച്ചത് ഭൗതികവും പഠിച്ചത് ഫീസ് കൊടുത്തിട്ടാ. അങ്ങനെ പഠിച്ചു വന്നതാ. പിന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഏർപ്പാട് സ്വീകരിക്കേണ്ടതില്ല. പിന്നെ മൂപ്പരെ കണ്ടെത്തി നിങ്ങളെ കൂട്ടത്തിൽ മൗലിയാരില്ലേ? ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ അടുത്ത് വന്നൊരു മുസ്ലിയാരുണ്ട്, മമ്മൂട്ടി മുസ്ലിയാരെ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടും തരുതി വന്നതല്ല. മൂപ്പര് സർക്കാർ ജോലിയുള്ള മനുഷ്യനാ. മൂപ്പർക്ക് എവിടെയും സിഹിർ കലക്കാനും ജിന്നിറക്കാനും പോകേണ്ട ഒരു കാര്യമില്ല. എവിടെയും പിഞ്ഞാണ് ഇത് കൊടുക്കേണ്ടതില്ല. ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന മുമ്പ് തന്നെ കേരള സർക്കാരിന്റെ ഉദ്യോഗമുള്ള, അതിന് ശമ്പളം വാങ്ങുന്ന, മാന്യമായി ജീവിക്കുന്ന മനുഷ്യനാ. അങ്ങനത്തെ തെറ്റുകൾ വരും ഇങ്ങോട്ട് തന്നെയാണ്. കാരണം എന്താ? ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അന്ധവിശ്വാസവും അനാചാരം ഒന്നും പ്രചരിപ്പിക്കാനില്ലേ? അപ്പൊ ഇങ്ങോട്ട് വരാന്നല്ലേ. അപ്പുറത്തേക്കാണ് മറ്റേ ടീമിന് ഒന്നായിട്ട് അടിഞ്ഞുകൂടാന്നല്ലേ. അതൊക്കെ ഉണ്ട് അടിഞ്ഞുകൂടിന്. അവസാനം വേറെല്ലാം കൂടിയിട്ട് ഞാൻ തിരിച്ചും കൂടി പറയാൻ തുടങ്ങും. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ 40 ആളുകളിൽ നിന്ന് 39 ആൾ കൂടി ഒരാളെ പുറത്താക്കിയല്ലോ. അയാൾ തിരിച്ചും കിടന്നിട്ട് 39 ആൾ ഞാൻ പുറത്താക്കിയായിരുന്നു. ഏറെക്കുറെ ഇനി ഈ ആൾക്കാരെല്ലാം കൂടി തിരിഞ്ഞു നിന്നിട്ട് ഞങ്ങളെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ സ്വീകരണം ഏറ്റുവാങ്ങാൻ AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുൽ കോയ മദനി, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ മുമ്പെന്തിലുണ്ടാവും. പിന്നെ നമ്മൾ മൗലിയാരാണെന്നുള്ള തെളിവ് എന്താ? നമ്മുടെ ഇസ്മിന്റെ പണി എടുക്കുന്ന ആളാണ് പോലും. ഇവിടെ ഒരു ക്ലിപ്പ് ഇട്ടതാ. ആ ക്ലിപ്പ് തന്നെ പറയേണ്ടത് തമാശയായി ചെയ്തൊരു സംഗതിയാണ്. നമ്മൾ ഇസ്മിന്റെ പണിയും സിഹിറിന്റെ പണിയൊക്കെ എടുക്കുന്ന ആളാണ്. ഞാൻ അതിൽ തന്നെ പറയേണ്ടത് ഇസ്മിന്റെ പണി എന്ന് പറഞ്ഞാൽ പേരിനൊരു പണി എന്നാണ്, ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ്. അതാ സംഭവം. സിഹിർ അല്ലെങ്കിൽ ഇവര് കാട്ടിക്കൂടുന്ന ഏർപ്പാടിനൊന്നും ഒരു ഫലവുമില്ല, അതിനൊരു ഗുണവുമില്ല, അവിടെ ഒരു ദോഷം ഉണ്ടാവില്ല. അത് വെറുതെ ഏതാൾക്കും ചെയ്യാൻ പറ്റിയ സംഗതിയാണ് എന്ന് തെളിയിക്കാൻ ഞാൻ സംഭവം പറഞ്ഞിരുന്നു. ആ സംഭവം ശരിയാ. എൻ്റെ അടുത്തുകൂടെ ഒഴുകിപ്പോകുന്ന ഒരു തോട്, അവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരെ ശല്യം വല്ലാതെ കൂടെ. ഇത് ചെറുപ്പത്തിൽ നടന്ന സംഭവം കേട്ടോ. ഇത് പിന്നെ ബലി വിചാരിച്ചമാതിരി ആ രൂപത്തിലല്ല. മുസ്ലിം തന്നെ പ്രശ്നം തന്നെ അല്ല. ആ മദ്രസ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള ഒരു സംഗതിയാണ്. ഈ മീൻപിടുത്തക്കാരെ ശല്യം കൊണ്ട് തോട്ടിൽ കുളിക്കാൻ പോകാൻ കഴിയില്ല. എപ്പോൾ നോക്കിയാലും വെള്ളം കലക്കിയിട്ടുണ്ടാവും. ബല ഏതെങ്കിലും എല്ലാ രാത്രിയും പകലൊക്കെ അതാ പണി. അവസാനം എനിക്ക് തോന്നി, കാരണം നമ്മളെ ഏരിയ ഇഷ്ടം പോലെയുള്ള അമ്മാരി മുതലൊക്കെ നമുക്ക് തോന്നിയൊരു പണി ഒപ്പിച്ചാലോ. ഞാൻ അവിടെ തോട്ടത്ത് കണ്ട ഒരു കരിക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ കള്ളി വരച്ച് 5-8 കള്ളിയൊക്കെ വരച്ചിട്ട് അറബിയിൽ കുറേ അക്ഷരം എഴുതി വെച്ചു, പിന്നെ കുറേ അക്കങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ കുറേ സാധനമൊക്കെ എഴുതി വെച്ചുകൊണ്ട് ഒരു വായൻ്റെ ഇലയിലാക്കിയിട്ട് ഇത് അടുത്തുള്ളൊരു കല്ലുമലോട് കൊണ്ടുവച്ചു. ഒരാഴ്ച ഒരു മീൻപിടുത്തക്കാരനും അവിടെ വന്നിട്ടില്ല. അതെന്താ? ഞാൻ മൗലിയാരായതുകൊണ്ടല്ല, ഞാൻ സാഹിറായതുകൊണ്ടല്ല. ആ ചെയ്ത പണിയിൽ ഒരു കറാമത്തും ഇല്ല, ഒരു കറാമ്പറപ്പും ഇല്ല. പിന്നെന്താ? ഇത് ഇത്രയേ ഉള്ളൂ സംഗതി. ഈ ദുർബല വിശ്വാസികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ മതി, കണ്ടാൽ മതി, ഓരോടും. അങ്ങനെ ഓടിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം ഞാൻ നടത്തിയത് തന്നെയാണ്. എന്ന് മദ്രസയിലും സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതാണ് മൂപ്പര് എടുത്തു വെച്ചിട്ട്, നമ്മൾ പണ്ട് സിഹിർ ചെയ്യുന്ന ആളായിരുന്നു, എന്നിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ എത്ര കിട്ടീന്നാ? ഇങ്ങോട്ട് പോന്നപ്പോൾ കിട്ടിയ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ടല്ലോ ഒരു വൃദ്ധസദനം ഈ തൊട്ടടുത്ത്, എവിടെ? ജാമിയ സലഫിയ.
എല്ലാ റിട്ടയർഡ് ആൻസിനുള്ള സ്ഥലമാണത്. ഒരാൾ റിട്ടയർഡ് ആയാലും ഉടനെ അവിടെ എത്തി. അടുത്തവിടെ ബോർഡ് വരും വൃദ്ധസദനം. ഇപ്പുറത്ത് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഒഴിച്ചിലും പിഴിച്ചിലുമായിട്ട് നമ്മളെ ബാപ്പാക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ അടുത്ത പേര് വൃദ്ധസദനം എന്ന് കൊടുത്താൽ മതി. എന്തേക്കും ഈ കോലത്തിന് ഒരു മനുഷ്യന്റെ ചോര നീരും വെച്ചാൽ കൊണ്ടേക്കും അവിടെ. ഇത് വെറുതെ പോണാണ്. അവിടെ പോകാൻ തുടങ്ങിയ ശേഷം മാത്രം താടി സുന്നത്തായ വെള്ളക്കുപ്പായ സുന്നത്തായ കുറെ ആൾക്കാർ വേറെയുണ്ട്. എന്താ എന്താ സംഭവം? അറബ് ലോകത്തും അനറബി ലോകത്തും താടി പഠിക്കൽ ഹറാമാകുന്നു ഫത്വ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ സാധുക്കൾക്ക് ഇത് തിരണമെങ്കിൽ ജാമ്യ സർട്ടിഫിക്കറ്റ് കയറണം. റിട്ടയർഡ് ആയിട്ടേ മനസ്സിലാവുള്ളൂ. അതുവരെ മനസ്സിലാവില്ല. അറബി കോളേജ് പ്രിൻസിപ്പാൾമാരായിട്ട് പോലും തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് അവിടെ കയറിയിട്ട് തിരിഞ്ഞു. എന്താ തിരിഞ്ഞെന്നറിയോ? അവിടെ ഈ പോകുന്നതിനൊക്കെ സർക്കാർ കൊടുക്കണ പെൻഷന് പുറമെ കുവൈത്തും അതുപോലെ ബഹ്റൈനും ഒക്കെ വിചാരിച്ചു കൊടുക്കണ കുറച്ച് ഏർപ്പാട് വേറുണ്ട്. അതായിരുന്നു KNM കൗൺസിലിൽ നമ്മൾ ചോദിച്ചത്. 43ഓളം ദായിമാര് വിദേശ ശമ്പളം പറ്റുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആരൊക്കെയാണ് അവര്? എത്രയാണ് അവരുടെ ശമ്പളം? ആ ചോദ്യത്തിന് ഉത്തരം ഇന്നും കിട്ടിയിട്ടില്ല. എന്താ ഉത്തരം കിട്ടാത്തത്? ഒന്നാമത്തെ ആള് ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആൾ തന്നെയാണ്, ശമ്പളം വാങ്ങുന്ന ആളെ. രണ്ടാമത് തൊട്ടടുത്തുള്ള ആളാണ്, പിന്നെ മൂന്നാമത്തെ അടുത്തുള്ള ആളാണ്, പിന്നെ മുമ്പിലുള്ള ആളാണ്, പിന്നെ ബാക്കിലുള്ള ആളാണ്. ആരും ഒഴിവാക്കാൻ വയ്യ, ആരും തള്ളാനും വയ്യ. ഞാൻ അത് വെറുതെ പറഞ്ഞതല്ല. ജാമിയ സലഫിയയില് കുറച്ചു കാലം ദഅവാ കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് ഇടക്കൊക്കെ മുജാഹിദ് സെന്ററിലേക്ക് ഈ ഫയൽ എൻ്റെ അടുത്തും കൊടുത്തു വിടലുണ്ട്. ഒന്ന് കൊണ്ടേ കൊടുത്തേക്ക് അവിടെ. അതിന് പരിശോധിച്ച് നോക്കി അങ്ങനെ കാണും. AP അബ്ദുൽ ഖാദർ ബിൻ സൈനുദ്ദീൻ, വാപ്പാന്റെ പേരായിലുണ്ടാവുക. കാരണം അറബികൾ വാപ്പാന്റെ പേര് വെച്ചാണ് കൊടുക്കുക. മനസ്സിലായല്ലോ? അലി അബ്ദുറസാഖ് ബിൻ, വാപ്പാന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതിലുണ്ട്. മുഹമ്മദ് ആണല്ലേ. പിന്നെ കുഞ്ഞീദു ബിൻ, പിന്നെ അങ്ങനെ കുറെ ബിന്നുണ്ട്, പുളിക്കുന്നുണ്ട് കുറെ ബിന്ന്. ഈ ബിന്നെല്ലാം കൂടി ഇപ്പൊ ജിന്നാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഞങ്ങളിവിടെ ദീനാറ് കണ്ടന്നെ നിൽക്കണത്. ഇവിടെ ഞാൻ ആദ്യം തുടക്കത്തിൽ ഉദ്ഘാടനം ഞാൻ KK സക്കറിന്റെ കേസിലിട്ടുള്ളൂ. എന്തായാലും പറഞ്ഞത്, നിങ്ങൾ ജിന്നി സിഹിറി വിഷയങ്ങളിൽ അറബി പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു ചർച്ചക്കുണ്ടോ?